രാജു, രാജു പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അയാളുടെ എല്ലാ നീക്കങ്ങളും ഞാൻ അപ്പപ്പോ രാജുവിനെ അറിയിക്കാം. ഓക്കെ മണിക്കുട്ട, ഓക്കെ. പിന്നെ മണിക്കുട്ട, വളരെ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആനന്ദംപിള്ള കാണുന്ന പോലെയൊന്നും അല്ല, പിശാച, രക്തം കുടിക്കുന്ന പിശാച്. ഇവനെയൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം രാജു, ഞാൻ സൂക്ഷിച്ചോളാം. ശരിയെന്നാ, ഓക്കെ മണിക്കുട്ട. രാജു, ഈ ആനന്ദംപിള്ളയ്ക്ക് അച്ഛനോട് എന്താ ഇത്ര ശത്രുത? അയാള് പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ തുടങ്ങിയ ഒരു ഈഗോ ക്ലാഷ. അളിയിലെന്താ താമസിക്കുന്നത്? ഇനി ആള് വരുമോ രാജു? പണ്ട് വടിവെച്ചെടുത്ത് കൂടെ വയ്ക്കാത്ത ആളായിരുന്നു എന്റെ അളിയൻ. ഈയിടെ സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അത് പാവം പ്രിയേച്ചിയുടെ പ്രാർത്ഥനയുണ്ട്. ചില്ലറയൊന്നുമില്ല, ശമ്പളം കിട്ടുമ്പോ തന്നേക്കാം കേട്ടോ. ഓ ശരി ശരി. അളിയാ, അത് പിന്നെ കുടിയനായതുകൊണ്ടല്ലേ? അതെനിക്കറിയാം. മോളുടെ സപ്പോർട്ട് ഉള്ളോണ്ടാ അവളുടെ ഈ പുരുഷ പീഡനം. അളിയൻ വിളിച്ച കാര്യം പറയാ. അളിയ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? അളിയ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്റെ ബോസ് വടയക്ഷി അംബികയും സാക്ഷാൽ ആനയെ വിഴുങ്ങിയ ആനന്ദപിള്ളയും തമ്മിലെ ഒരു കൂടിക്കാഴ്ച നടന്നു. കൂടിക്കാഴ്ച എവിടെ വെച്ച്? പറയാം. അവര് തമ്മില് സംസാരിച്ചാളേയും കേട്ടില്ലേ? കേൾക്കാൻ ഞാൻ ആവത് ശ്രമിച്ചതാ, പക്ഷേ കേൾപ്പിക്കാൻ അവർ അനുവദിച്ചില്ല. എന്താണെങ്കിലും അതൊരു ഡീലാണ്. അവളും അയാളും തമ്മില് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആപത്താണല്ലോ അളിയ. അതെ, ഇയാളെ ലോറി ഓടിച്ചിരുന്നേ. ആര് തന്ന കൊട്ടേഷൻ ആയിരുന്നോ ഇത്? ചോദിച്ചു കേട്ടില്ലേ? ആരുടെ കൊട്ടേഷൻ ആയിരുന്നു ഇതെന്ന്? ഇത് ആരുടെയും കൊട്ടേഷൻ ഒന്നുമല്ല. സാറ് വളവ് തിരിഞ്ഞ് റോങ് സൈഡ് കയറി വന്നു, അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായത്. ഇതൊരു കൊട്ടേഷനാ, നോ ഡൗട്ട്. ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ഇനി പറഞ്ഞാ മതി. പിടിപെടണം മിസ്റ്റർ. നിങ്ങൾ മിനിസ്റ്ററുടെ PA മരുമകനോ ഒക്കെ ആയിരിക്കും. ഈ ആക്സിഡന്റിൽ കോൺസ്പിറൻസി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട്. താനാ വട്ടമുട് സ്റ്റേഷനിലെ CA അല്ലേ? താനൊക്കെ ഏത് വകുപ്പിൽപ്പെട്ട പോലീസാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. കൃത്യമായി താൻ ഈ കാര്യത്തില് വന്ന് ചേർന്നതുകൊണ്ട് ഇക്കാര്യത്തില് ഉറപ്പായിട്ടും ദുരൂഹത ഉണ്ട്. ദുരൂഹത ഉണ്ടെങ്കിൽ തെളിയിക്കടാ. എന്താ സംശയം? തെളിയിക്കും. താൻ ഇത് ചെയ്തത് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ, ഇതിന്റെ പിന്നില് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്റെ അവസാനം, പിന്നീട് അത് ചെയ്യിച്ചവരുടെ. സൂക്ഷിച്ചോ. പോലീസ് കസ്റ്റഡി നിൽക്കുന്ന ആളെ വിരട്ടാൻ താൻ ആരാടോ? DGPയോ? അല്ലടോ, ഈ ജനാധിപത്യ രാജ്യത്തിലെ സാധാരണ പൗരൻ. അകത്ത് ആക്സിഡന്റിൽപ്പെട്ട്
ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ആളാരാണെന്ന് തനിക്കറിയാലോ. റോഡപകടം നടക്കുന്നത് സർവ്വസാധാരണമാ. അതിന് പോലീസുകാരുടെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ. മെക്കിട്ട് കയറിയാൽ എന്ത് ചെയ്യണോ? പോലീസ് സേനയിലെ ഒരു നോട്ടപ്പുള്ളിയാണ് താൻ. താൻ ഇതിൽ ഇടപെട്ടതുകൊണ്ടാ എന്റെ സംശയം ബലപ്പെട്ടത്. സൂക്ഷിച്ചോ, തെളിവ് നശിപ്പിക്കാനോ മറ്റോ ശ്രമിച്ച തന്റെ തൊപ്പി ഞാൻ ആദ്യം തെറിപ്പിക്കും. ബാക്കി ഞാൻ പറയുന്നില്ല. ഋതു അച്ഛനോട് പിണങ്ങിയെങ്കിൽ അതിന് ഋതു അല്ലല്ലോ തെറ്റുകാരി. സ്വന്തം മകളല്ലെന്ന് വർമ്മ സാറ് പറഞ്ഞിട്ടല്ലേ. എനിക്ക് വർമ്മ സാറിനോട് വലിയ ബഹുമാനം ഇഷ്ടമൊക്കെയാണ്. എന്നാലും സാർ അങ്ങനെ പറഞ്ഞത് ശരിയാണോ? ശാസ്ത്രീയമായ ഒരു തെളിവില്ലാതെ വെറും ഫൂളിഷായ തെറ്റിദ്ധാരണയില് ഇങ്ങനെയൊക്കെ പറയാവോ? ഒരു ചെറിയ കാര്യമാണോ പറഞ്ഞത്? മനുഷ്യന്റെ ഹൃദയം തകർക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? ദേ, ഒരു മകൾ എന്ന നിലയ്ക്ക് ഋതു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അച്ഛനും മകളോടുള്ള ബന്ധവും സ്നേഹവും, ദാറ്റ് റിലേഷൻ, ചോരയെ തിരിച്ചറിയാതിരിക്കില്ല. മകൾക്ക് അച്ഛനെയും അച്ഛനും മകളെയും വേണം. ഇതൊക്കെ മാറണം. രാജു, കലങ്ങി തെളിയുമല്ല. ഇല്ലെങ്കിൽ നമ്മൾ കലക്കി തെളിയിക്കും.